ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ പാഠമായ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ പാഠമായ ആംഗിൾസ് എന്ന ഭാഗത്തിലെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആംഗിൾ? അതാണ് ഒരു ചോദ്യം. അപ്പോൾ ഞാൻ ആ ചോദ്യം തയ്യാറാക്കുകയാണ്. വാട്ട് ഈസ് ആംഗിൾ? എന്താണ് കോണുകൾ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, രണ്ട് വരികൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ ആണ് ആംഗിൾ. ഇതിനെ ഞാൻ ഇംഗ്ലീഷിൽ ഒന്നാക്കി തരാം. ഇതാണ് ഇംഗ്ലീഷ്. ദ ടു ലൈൻസ് ഈസ് ജോയിൻ ഈസ് കാൾഡ് ആംഗിൾ. പിന്നെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ നമുക്കൊരു ആംഗിൾ വരക്കാം? അത് 4 സെന്റിമീറ്റർ. ഹൗ ടു ഡ്രോ ആംഗിൾ ഇൻ 4 സെന്റിമീറ്റർ. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമ്മളെ പ്രൊട്രാക്ടർ ഒന്ന് പരിചയപ്പെടാം. പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ 90 ഡിഗ്രി. 90 ഡിഗ്രിൻ്റെ ഈ സൈഡിലുള്ളത് മോർ ദാൻ, ഈ സൈഡിലുള്ളത് ലെസ് ദാൻ, അഥവാ ഈ സൈഡിൽ മോർ ദാൻ, അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ. അപ്പോൾ 90 ഡിഗ്രിനേക്കാളും കുറവില്ലത് ലെസ് ദാൻ അഥവാ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ആംഗിൾ വരക്കാം? അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള ചോദ്യം 4 സെൻറ്റിമീറ്റർ എടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്ററിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഗ്രി എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 40 ഡിഗ്രി വന്ന് ഇങ്ങോട്ടൊന്ന് നമ്മൾ ആക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ലൈൻ ജോയിൻ ഈസ് കാൾഡ് ആംഗിൾ. രണ്ട് വരികൾ കൂട്ടിമുട്ടുമ്പോഴാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശേഷണങ്ങളൊക്കെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഒരു വഴികളിലൂടെ ആണ് നാം എഴുതുന്നത്. ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? നമ്മൾ മറന്നുപോയാൽ നമ്മൾ ഈ വരൻ്റെ എൻഡിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ 40 ഡിഗ്രിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 ഡിഗ്രി ഒന്ന് എഴുതാം. നമ്മൾ 40 ഡിഗ്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 90 ഡിഗ്രിനേക്കാളും ഈ സൈഡിലുള്ളത് കൂടുതലായിരിക്കും, മോർ ദാൻ ആണ്. അതിനെ ഒബ്റ്റ്യൂസ് എന്ന് പറയുന്നു. അപ്പോൾ 90 ഡിഗ്രി എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ആണ്. 90-നേക്കാളും ഈ സൈഡിൽ കുറവാണ്, അതിനെ ലെസ് ദാൻ എന്ന് പറയുന്നു, അഥവാ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ലെസ് ദാൻ ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്. ഇതിൻ്റെ വിശേഷണങ്ങളൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ വഴി ഇതാണ്. ദിസ് ആംഗിൾ ഡിഗ്രി ഈസ് എത്രയാണ്? 40. അപ്പോൾ നമ്മൾ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് 40 ഡിഗ്രി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് ലെസ് ദാൻ ആണോ മോർ ദാൻ ആണോ റൈറ്റ് ആംഗിൾ ആണോ എന്നൊന്ന് നമുക്ക് എഴുതി നോക്കാം. ദിസ് ആംഗിൾ ഈസ് ലെസ് ദാൻ. അപ്പോൾ ഈ ആംഗിൾ അക്യൂട്ട് ആണോ, ഒബ്റ്റ്യൂസ് ആണോ, റൈറ്റ് ആംഗിൾ ആണോ എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണ്. അപ്പോൾ ഈ L എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പോൾ ഈ M എന്ന് പറഞ്ഞ ആംഗിൾ മോർ ദാൻ ആണ്. R എന്ന് പറഞ്ഞ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. ലെസ് ദാൻ ആംഗിളിൻ്റെ മറ്റൊരു പേര്, അപ്പോൾ ലെസ് ദാൻ്റെ മറ്റൊരു പേര് അക്യൂട്ട് ആംഗിൾ ആണ്. മോർ ദാൻ്റെ മറ്റൊരു പേര് ഒബ്റ്റ്യൂസ് ആംഗിൾ. റൈറ്റ് ആംഗിളിൻ്റെ മറ്റൊരു പേര് റൈറ്റ് ആംഗിൾ എന്നാണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. എക്സാമ്പിൾസ് 10, 20, 30 എക്സെട്ര. ഒബ്റ്റ്യൂസ് ആംഗിൾ മോർ ദാൻ ആംഗിൾ. എക്സാമ്പിൾസ് 20, 140, 150 എക്സെട്ര. റൈറ്റ് ആംഗിൾ, അതും റൈറ്റ് ആംഗിൾ തന്നെയാണ് വരുന്നത്, ഓൺലി 19. ഇനി നമ്മൾ മോർ ദാൻ ആംഗിൾ ആണ് വരക്കുന്നത്, അഥവാ ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ലൈനിൻ്റെ എൻഡ് വശം ഈ നമ്മളെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോർഷൻ വെക്കുന്നു. എന്നിട്ട് വേണ്ട ഡിഗ്രി എടുക്കുന്നു. നമ്മളിവിടെ ആംഗിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരക്കും. നമ്മൾ എടുത്ത ഡിഗ്രി 150 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ വഴികൾ എഴുതാം. അപ്പോൾ ഇതിന് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേ ഓഫ് മോർ ദാൻ ആംഗിൾ. ഇതാണ് അതിൻ്റെ ഹെഡിങ്. ഇനി നമുക്ക് വഴികൾ എഴുതാം. ദിസ് ആംഗിൾ ഈസ് മോർ ദാൻ ആംഗിൾ.
ദിസ് ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ദിസ് ആംഗിൾ ഡിഗ്രി ഈസ് 150 ഡിഗ്രി. ദിസ് ആംഗിൾ മോർ ദാൻ ആംഗിൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മോർ ദാൻ ആംഗിൾ. ഇതാണ് റൈറ്റ് ആംഗിൾ. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ റൈറ്റ് ആംഗിൾ, അഥവാ എന്താണ് റൈറ്റ് ആംഗിൾ? അപ്പൊ അതിനുള്ള ഉത്തരം ഇതാണ്, ദ ടു ലൈൻസ് ഈസ് സ്ട്രൈറ്റ് ആൻഡ് ജോയിൻ ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി ആംഗിൾ വരക്കാൻ ഇവിടെ 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് വേണ്ട. അപ്പൊ ഇതാണ് നമ്മൾ 90 ഡിഗ്രി. ഇതിന്റെ വഴികൾ എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ വേ. അപ്പൊ ഒന്നാമത്തെ വേ എന്ന് പറയുന്നത്, ദ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഈ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. ദിസ് ആംഗിൾ ഡിഗ്രി ഈസ് 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അതിന്റെ ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 2 സ്ട്രൈറ്റ് ലൈൻ. ഈ ആംഗിൾ 2 സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്തത്. പിന്നെ ദിസ് ആംഗിൾ നെയിം ഈസ് KGF. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.